That's how I found my new home. At first, I was weak. Some tried to fight me. I became stronger. Some tried to control me. I developed new forms. Some tried to experiment on me. I deepened my knowledge about them. Finally, I gained consciousness. Now my evolution is complete. Behold, the Shadow Mind, your new lord. Is there anybody who can match my powers? I don't think so, but a chance. Let the Shadow Tournament begin. Well. സോ ഗൈസ്, അന്നേരം എല്ലാവർക്കും എൻ്റെ ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇത്ര നേരം കാര്യം പറയാൻ എന്താന്ന് വെച്ചാൽ, നിങ്ങൾ വീഡിയോ കാണുന്നതെന്ന് വിചാരിച്ചാണ്. നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറച്ച് നാളായി. അതിനാൽ നമ്മൾ ഇന്നൊരു പുത്തൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. അതാണ് ഷാഡോ ഫൈറ്റ് 4. ഞാൻ ഫസ്റ്റ് ടൈമാണ് കളിക്കുന്നത്. എന്നാലും നമുക്ക് പറ്റുന്ന കൂട്ടൊക്കെ നമ്മൾ കളിച്ചിടും ഗൈസ്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എങ്ങനെ കളിയെന്ന് ഞാൻ എന്തൊക്കെയോ അതിൻ്റെ ഫൈറ്റ് 3യുടെ എന്തൊക്കെയോ വീഡിയോസ് കണ്ടിട്ടുണ്ട്. 4ൻ്റെ ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ ഏതായാലും പേര് കൊടുക്കാൻ എന്തോന്ന് ഗൈസ് പറയുന്നത്. എന്ത് കൊടുക്കണം? കക്കാശി 3.0 എന്ന് കൊടുക്കാം ഗൈസ്. ഗൈസ്, നമ്മൾ കക്കാശി 3.0 ഒന്നായി അടിച്ചിട്ടുണ്ട്. 3 പോയിന്റ് വരുന്നില്ല ഗൈസ്. എന്തോ അറിയത്തില്ല. ഏതായാലും ഗെയിം സ്റ്റാർട്ട് എടുക്കണം ഗൈസ്. ഇത് കുറച്ചേരം ലാഗ് അടിക്കും. ലാഗെന്നല്ല, സമയം എടുക്കും ഗൈസ്. അതുകൊണ്ടാണ്. അന്നേരം ഗായ്സ്, ഏപ്രിൽ എന്നാന്ന് തോന്നുന്നു ഇവരുടെ പേര്. ഞാൻ ആദ്യം വിചാരിച്ചു ഏപ്രിൽ മാസമായിരിക്കും എന്നാണ് ഗായ്സ്. ഇതെല്ലാം നമുക്ക് തുടങ്ങിയേക്കാം. ഇവരാദ്യം നമ്മളെ ട്രെയിൻ ചെയ്യുകയാണ് ഗായ്സ്. ഇവർ പറയുന്നൊക്കെ കുഴപ്പമില്ല, സിമ്പിൾ കൺട്രോളാണെന്ന് തോന്നുന്നു. ഏതായാലും നിങ്ങളിത് കാണുന്ന ട്രെയിനിങ് ഗായ്സ്. എനിക്ക് തോന്നുന്നു ഗായ്സ് നിങ്ങൾക്ക് ട്രെയിനിങ് ബോറടിക്കുമോ ഗായ്സ്. ഏതായാലും നമുക്ക് ഫൈറ്റിലേക്ക് തുടങ്ങിയേക്കാം. ട്രെയിനിങ് വെറുതെ ഞാൻ സമയം കൊണ്ടുപോകുന്നില്ല. ട്രെയിനിങ് കാണിച്ച് ഫൈറ്റ് ചെയ്യുമ്പോൾ ഏതായാലും ഇത് തന്നെ നിങ്ങൾക്ക് കാണാമല്ലോ എങ്ങനെയൊക്കെയാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നതെന്ന്. നമുക്ക് ഏതായാലും ഫൈറ്റിലേക്ക് കിടക്കാം ഗൈസ്. അന്നേരം ഗൈസ്, നമ്മുടെ ആദ്യത്തെ ഫൈറ്റിലേക്ക് കയറാൻ പോവാണ് ഗൈസ്. എന്തോ ആവുമെന്ന് ആർക്കറിയാം. നല്ലൊരു ഫൈറ്റായാൽ മതിയായിരുന്നു. എന്തോടാ നീ എന്താടാ അടിക്കാത്ത? പേടിയാണോടാ? വടാ എന്താ മുടയാ? ഗൈസ്, ഇവർ സമ്മതിക്കത്തില്ലല്ലോ അടിക്കാൻ. വടാ. ഓ, അങ്ങോട്ട് തൊഴിക്കുന്നുണ്ട് കേട്ടോ. ഇത്ര പേടിയാ? നീ എന്താ തൊഴിച്ചു കാണിക്കുകയാണോ? വടാ. ഇവരെയും കൊണ്ട് ഇവരെന്തോ എഴുതി കാണിക്കുന്നുണ്ടല്ലോ. എന്തുവാ ഇവരെയും കൊണ്ട് തോറ്റല്ലോ. നല്ലൊരു അടി പോലും അടിക്കാൻ പറ്റത്തില്ല. ഒരു ഫ്ലോ വരുമ്പോൾ ഇവർ കളയുന്നു ഗൈസ്. ഇതെന്തോ ഇഷ്ടമോ? ഇവരെന്തോ പറയുന്നുണ്ട് ഗൈസ്. ആ സ്വീറ്റ് ഹാർഡ്ലിങ് ഈസ് ടു ഹോൾഡ് ടു ഗെറ്റ് ഓൺ ഹി. ഓ, അവൻ്റെ മോന്തയ്ക്ക് തൊഴിക്കാൻ. അങ്ങനെ തൊഴിക്കുന്നേ. എന്തോടെ ഒന്ന് അനങ്ങാതിരിക്കുമ്പോൾ നീ. അങ്ങടെ അയ്യത്തോട്ട് പോകും. ഓ ഗൈസ്, സെറ്റ് പവർ ഗൈസ്. മോനെ സെറ്റ് ഗ്രാഫിക്സാ ഗൈസ്, ഒന്നും പറയില്ല. നമ്മൾ കുറേ നാളായി വീഡിയോസ് എടുത്തിട്ട്. നമ്മുടെ മറ്റേത് ചുമ്മാ പ്രാക്ടീസ് വിട്ടേ. ഇതാന്ന് തോന്നുന്നു ഗൈസ് റിയൽ. ഓ, ഇതും വലിയ ഫൈറ്റ് ഒന്നും അല്ലെന്ന് തോന്നുന്നു. എന്തായാലും നല്ലൊരു ഫൈറ്റിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും ഈ വീഡിയോയിൽ തന്നെ. ഫൈറ്റ് തുടങ്ങി അത്യാവശ്യം. വാടാ ചെറുക്കന് വേടിയാ. അയ്യോ അമ്മച്ചി. വാടാ. നമ്മുടെ വാളിൻ്റെ കളർ പറയോ മോനെ. വാടാ. അയ്യോ, തീ വിട്ട് ഗൈസ്. നമ്മൾ തീ തുപ്പി. അവൻ്റെ കാല് നമ്മൾ അടിച്ചു കൂട്ടി. നിപ്പ് കണ്ട ഗൈസ്. ഒരു പ്രോ ആവാനുള്ള എല്ലാ ലക്ഷണത്തിലും ഉള്ള നിപ്പാത്.
നമ്മൾ ഭാവി പ്രോ ആവും ഗൈസ്. എല്ലാ ഗെയിമും എല്ലാവരും ഇങ്ങനെ തന്നെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ഗൈസ്. നമ്മൾ അടുത്ത ഫൈറ്റിലേക്ക് പോകാണെന്ന് തോന്നുന്നു. ഓ മോനെ, ഓ ഫൈറ്റ് ആരുമായിട്ടാന്നാ ആർക്കറിയാം. എങ്ങനാവും? ഇതായിരിക്കും റിയൽ ഫൈറ്റ്. കക്കാശി 30 പോയില്ല ഗൈസ്. 3.0 ഓപ്പോണൻറ്റും 0 കപ്പ് എടുത്തിട്ടുള്ള നമ്മൾ. അവരുടെ റാങ്ക് 1, നമ്മുടെ റാങ്ക് 1. തുല്യരായിട്ടുള്ള അടി. ഓക്കെ 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 സെറ്റ്. എന്ത് താഴെ കാണിക്കുന്ന പ്രിപ്പയർ ദ ബാറ്റിൽ ഫീൽഡ്. ഓക്കെ, പ്രിപ്പയർ ആയിട്ടുണ്ട് ഗൈസ്. ഇനി വട മോനെ, ഇനി ആ രംഗേണ്ണൻ്റെ കളികൾ കാണാൻ പോകുന്നു നിങ്ങൾ. ഓ മോനെ, ഫസ്റ്റ് എന്താടാ, എന്താണ് ആൾക്കാരെ പേടിപ്പിക്കുന്നോടാ നീ? ഓ മോനെ, പിന്നെ ഇതെങ്ങനെയാണ്? നമ്മളത് ഒഴിച്ചു. വടാ എടാ, നീ പവർ കാണിച്ച് പിള്ളേരെ പേടിപ്പിക്കുന്നോടാ. എന്നാ പിടി, ഇതാണ് നമ്മുടെ പവർ. എടാ നീ അമ്പ് വിടുവാടാ. ഇതാ മോനെ നമ്മുടെ പവർ. അയ്യോ, പവർ പോയി ഗൈസ്. എന്താ അടിക്കുന്നേ? വിട്ടു വന്നപ്പോൾ എന്തോ അടിക്കുന്നേ? ആ പിടിച്ച് ഞാൻ തരുവേ. ഓ വാടാ, അത്രേ ഉള്ളൂ. ഞാനെവിടെ കിടന്നതാ, നീ എവിടെ കിടന്നതാ ലൈഫ്? നിങ്ങൾ ശ്രദ്ധിച്ച ഗൈസ് ഞങ്ങളുടെ ലൈഫ്. വാടാ വാടാ, അവിടെ കട ചത്തില്ലേ വേൻ. വാടാ, അത്രേ ഉള്ളൂ. നമ്മുടെ ഒരു തൊഴിക്കില്ല. എൻ്റെ ലൈഫ് ഇവിടെ കിടന്നേ, അവൻ്റെ ലൈഫ് ഇവിടെ കിടന്നേ. ദാറ്റ്സ് ഗൈസ് പ്രോ. നമ്മൾ പ്രോ ആയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അവസാനം നമ്മളൊരു ബിഗ് പ്രോ ആവും ഗായ്സ്. റൗണ്ട് 2 കൊണ്ടുപോകും. വടാ, പിന്നെ നിപ്പ് കണ്ടതോ നമ്മളിപ്പോൾ എടുത്ത് മലത്തി അടിക്കും. ഇവിടെ മാറിയിരിക്കുക. വടാ കണ്ട, നമ്മൾ കണ്ട പ്രോ മൂവ്സൊക്കെയാ. ഓ ഗൈസ്, അമ്മച്ചി ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഒരു തൊഴിയേ ഉള്ളൂ. എടാ നീ എന്താ എന്നെ കളിയാക്കുന്നു? അവിടെ തൊഴിച്ചില്ലെന്ന് എന്താടാ നീ പവർ എടുത്ത? എന്തോ ഞാൻ പേടിച്ചു പോകും മറ്റേ. അയ്യോടാ, ഒന്ന് തീ വിടാൻ ശ്രമിക്കട്ടെ. നീയൊക്കെ എന്നെ കാണിക്കുക. അവിടെ നീ അമ്പിടുന്നേ? നീ എന്തോടാ അമ്പിടുന്നേ? അമ്പിടുവാടാ നീ? എടാ അമ്പിടുവോ? വാടാ ഓടാ. എന്തോടാ പവർ ഉണ്ടോ? നമ്മുടെ രംഗേണ്ണൻ്റെ പവർ ഉണ്ട്. അത്രേ ഉള്ളൂ. ഏപ്രിൽ ഇവള് ഈ മാസത്തിൻ്റെ പേരൊക്കെ ആരാ വിളിക്കിടുന്നത്? ഇത് ക്ലോസ് ചെയ്യാൻ ഗൈസ്. ക്ലോസ് എന്നാണ് കാണിക്കുന്നത്. നമ്മളങ്ങനെ ആദ്യത്തെ 2 റൗണ്ട് ജയിച്ച ആ ഫൈറ്റ് നമ്മൾ ജയിച്ചിരിക്കുന്ന ഗൈസ്. ഇനി അടുത്തത് ഏതാളോടാന്ന് ആർക്കറിയാം? അടുത്ത ഫൈറ്റ് എന്തൊക്കെ ഇരിക്കുന്നു പിടിച്ചങ്ങനെയൊക്കെ നമുക്കതൊക്കെ അറിയത്തുള്ളൂ. ഫൈറ്റ് സ്റ്റാർട്ട്. ഇവനെയാണ് ഇനി അടുത്ത് മലത്തി അടിക്കണ്ടേ? ഇത് ചെയ്യാനാ ഗൈസ്. അവന് 10 പ്രാവശ്യം വിജയിച്ചിട്ടുണ്ട്. നമ്മൾ 5 ഉള്ളൂ. സാരമില്ല. നമ്മളെ എതിരാളികൾ എത്ര ശക്തിയുള്ളവരാണെങ്കിലും നമ്മുടെ കാര്യത്തിൽ നമ്മൾ ട്രെയിൻ ചെയ്യണം. ഞാൻ കഷ്ടപ്പെട്ട് ട്രെയിൻ ചെയ്തത് നിങ്ങളെ കാണിച്ചില്ലല്ലോ ഗൈസ്. അവൻ അന്യായ സ്കില്ലൊക്കെ ഇടുന്നു കേട്ടോ. തീ വിടുമ്പോൾ പുറകോട്ട്. ഓ മോനെ ചാടി. നമുക്കെന്താ ഗൈസ് ചാടാൻ പറ്റതേ? ഇതടാ. നമ്മളും താടി. മോനെ എൻ്റെ സ്കില്ല് കണ്ടായിരുന്നു. ഇവൻ ഭയങ്കര അടിയാ ഗൈസ്. കറങ്ങി അടിയാ. എവിടെ കൂടെ ഒക്കെയാണ് അടിച്ച് വിടുന്നേ? എന്താടാ നീ എന്തോ എന്നെ പേടിപ്പിച്ച് ചെയ്യണം? നമ്മൾ ആദ്യം ഇച്ചിരി അടി കൊള്ളു. അതാണ് നമ്മുടെ സ്റ്റൈല്. അയ്യോ, ഇവൻ തന്നെ വേറുള്ള ആളാ കേട്ടോ അമ്മച്ചി. ഇവിടെ ഒന്ന് സമയം തടാ. അങ്ങനെ വാ. അവിടെ കട. എന്തുവാടാ കണ്ട ഗൈസ്, നമ്മുടെ പ്രോ മൂവ്. ആ മൂവ് ആയിരുന്നു. അവൻ താഴെ കൂടെ അടിക്കാൻ വന്ന് നമ്മൾ താഴെ വാള് വെച്ച ഒരു അടി. മോനെ സെറ്റ് അടിയായിരുന്നു അത്. അടുത്ത ഫൈറ്റ് തുടങ്ങാൻ പോവാണ് ഗൈസ്. ഇവൻ്റെ ഇടം തന്നെ റൗണ്ട്. വാടാ. ഈ പ്രാവശ്യം അവൻ്റെ സ്കില്ലൊക്കെ പോയി. അവൻ അടുത്തൊന്നും സ്കില്ലൊക്കെ ഇട്ട് ചാടാൻ നോക്കിയതല്ലേ? നമുക്കെല്ലാം മുൻകൂട്ടി അറിയാം. ബിക്കോസ് വി ആർ എ പ്രോ. അവിടെ കട. ഗൈസ്, നമ്മൾ അവൻ്റെ ക്രിട്ടിക്കൽ ഹിറ്റാണ് ഗൈസ് അവന് നമ്മൾ കൊടുത്തേ.
ഗൈസ് അവൻ പവർ എടുത്തു. അയ്യോ പവർ എടുത്തു കഴിയുമ്പോൾ നീ ഒന്ന് തീ തൂപ്പാൻ പോയ സമയത്തില്ല ഇവന്മാർ. ഇതാ വിഷയം. തീ തൂപ്പാൻ പറ്റുന്നു അവിടെ. യെസ് ഗൈസ് നമ്മൾ തീ തുപ്പി. അവൻ്റെ പവർ കുറഞ്ഞു. നമ്മളിനി ഒരു 2 അടിക്കേ ഉള്ളൂ. വാടാ ഇതടാ മുടയാ. അവിടെ മുടയാണോ അവിടെ ജാടയാണോ അവിടെ നിനക്ക്? എടാ ജാടയാണോ അവിടെ കട? ഇത്രയേ ഉള്ളൂ. ഐ ആം എ പ്രോ ബ്രോ. ഓക്കേ ഞാൻ ഗൈസ് ഇന്നത്തെ വീഡിയോക്ക് കുറേ ലെന്ത് ഇടുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രൈബാണ് ഗൈസ് എൻ്റെ വിലപ്പെട്ട നിമിഷങ്ങൾ. എൻ്റെ ആദ്യത്തെ ഗെയിം പ്ലേ ആയിരുന്നു ഗൈസ് ഇത്, ഷാഡോ ഫൈറ്റിൻ്റെ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.